ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇൻട്രോക്ക് എടുത്തതാണേ, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ ഈ വീഡിയോൻ്റെ വോയിസ് കട്ട് ചെയ്യേണ്ടി വന്നു ഗൈസ്. ഞങ്ങളിന്നൊരു പേരിടൽ ഫംഗ്ഷന് പോവാണ്. എൻ്റെ കസിൻ ചേട്ടൻ്റെ ഉണ്ണിയുടെ പേരിടലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നമ്മൾ എവിടേക്ക് പോകണം മിന്നു പറയാ സന്ധ്യമാമൻ്റെ പേരിടലിന് പോവാണെന്ന്. അത് പറഞ്ഞിട്ടേ ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയതിന് വെയിറ്റ് ചെയ്തിരിക്കുക. 5 വയസ്സിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയേക്കാള് കുഞ്ഞി കുഞ്ഞി പോണോടി പേടിണ്ട. രസമുണ്ടാ? ആണോ? കുഞ്ഞി കുത്തിയത് വേദന എടുത്തില്ലേ? മരുന്ന് എങ്ങനെയുണ്ടായിരുന്നു? പനിയൊന്നുമില്ല അല്ലേ? ഇവിടെ കുത്തിയേ ഈ 10 വയസ്സിൽ കുത്തിയാ മതിട്ടാ. പിന്നെ ആരെന്താ ചെയ്തേ? എന്തിനാ കുഞ്ഞു ചേച്ചി കരയണേ? ഞങ്ങൾക്ക് ഫംഗ്ഷൻ എത്തുന്നതിന് മുന്നേ നല്ല 8ന്റെ പണി കിട്ടി. അവിടെ ഒരു സ്ഥലത്ത് 3-4 വണ്ടി ഇടിച്ചിട്ട് വഴി ബ്ലോക്കായി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ക്യൂവിൽ നിന്ന് വണ്ടി എടുക്കാതായപ്പോൾ വേറെ റൂട്ട് വന്ന് അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വല്ലാതെ ലേറ്റായി എത്താൻ. അങ്ങനെ ഉണ്ണിയുടെ പേരിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കയറി വാവേനെ കണ്ട്. ഇതിൻ്റെ പേര് ശിവാൻഷ് എന്നാണ് ബേബിയുടെ പേര്. ഞങ്ങൾ കുഞ്ഞു ബേബീനെയൊക്കെ കണ്ട് ഉണ്ണിക്ക് ഗിഫ്റ്റ്സൊക്കെ കൊടുത്ത് ഇത് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഉണ്ണിനെ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ കാണുന്നേ. ആള് പ്രീമച്യൂർഡ് ബേബി ആയതുകൊണ്ട് ഉണ്ണിക്ക് ഞാൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് കരുതി ഞങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാണാൻ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ച് കണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ണി വാവനെ നേരിട്ട് കാണുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്, അത് പിന്നെ നിർബന്ധമല്ലേ, ഫോട്ടോസൊക്കെ എടുത്തു. ഇതിലിപ്പോൾ അബ്ചേട്ടനും സനുവാണ് മിസ്സിങ് ഉള്ളത്, എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി: അച്ഛൻ, അമ്മ, എൻ്റെ അനിയത്തി, പിന്നെ മക്കൾ, എൻ്റെ 2 മക്കളും. പിന്നെ ബേബി ആണല്ലോ ഇന്നത്തെ താരം. അപ്പം എല്ലാവരും ബേബീനെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ പേരൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അവനുണ്ടല്ലോ, ആൾക്കാർ കാണുമ്പോൾ എനങ്ങാതെ കിടക്കും. അവൻ ആൾക്കാർ വരുമ്പോൾ കണ്ണും തുറന്ന് നോക്കും, എന്നിട്ട് കണ്ണടച്ച് കിടക്കും. സൗണ്ട് ഉണ്ടെങ്കിൽ അവൻ കണ്ണേ തുറക്കില്ല. അവനെ കൊണ്ട് വലിയ വാശിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സാധാരണ പേരിടലിൻ്റെ ദിവസങ്ങളിൽ പിള്ളേർ അലമ്പാക്കും. പക്ഷെ ഇവൻ അങ്ങനെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റാം. ഒരു സെക്ഷൻ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വേറെ ഡ്രസ്സിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റാൻ അമ്മയച്ഛനും. ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ സന്ദീപ് ചേട്ടനും ചിന്നു ചേച്ചിയും. അവൻ ഇപ്പോഴും കണ്ണടച്ച് കിടക്കുക. അവൻ എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു പ്രത്യേക കുഞ്ഞുകുറുമ്പനാണ് അവൻ. അവൻ കണ്ണടച്ച് കിടക്കുക. ഞങ്ങൾക്ക് ആ പേര് റിവീൽ ചെയ്യണതൊന്നും കാണാൻ പറ്റില്ല. എല്ലാത്തിനും ശേഷമാണ് ഞങ്ങളവിടെ എത്തിയത്. എല്ലാവരും ഉണ്ണിയുടെ ചുറ്റാ. അവൻ സ്റ്റാറായി കിടക്കുക. അതുകൊണ്ട് തന്നെ അവൻ കണ്ണിങ്ങനെ തുറക്കും, അടയ്ക്കും. ഞാനപ്പോൾ പറയായിരുന്നു, ഒരു റീലില്ലേ ഇവിടെ ജനിച്ച സ്ഥലം ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ള റീല്, അതെടുക്കാൻ പറ്റിയ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ചെക്കൻ കിടക്കണേ. അവൻ നോക്കുന്നില്ല, കണ്ണ് തുറന്ന് വിഴിച്ച് നോക്കും, പിന്നെ കണ്ണടയ്ക്കും. ഞാനേ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് അവൻ കിടക്കുന്നത്. എല്ലാവരും ചുറ്റും നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ണീനെ വിളിക്കുന്നുണ്ട്. അവനെ കണ്ട കണ്ണ് മേയിച്ച് നോക്കും, പിന്നെ കണ്ണടച്ച് കിടക്കും. നല്ല അഭിനയാ. ഈ പ്രായത്തിലുള്ള ബേബികൾക്ക് വേറെ എന്താ പണിയില്ലേ? നമുക്ക് കുറേ പണികളില്ലേ? അവനെ ചുറ്റും നിന്ന് ശല്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പണി. അവൻ അതൊക്കെ ആസ്വദിച്ച് അവൻ കണ്ണടച്ചും കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബേബിയുടെ പേര് ശിവാൻഷ്. SH തുടങ്ങി SH അവസാനിക്കുന്നു. ഉണ്ണിക്ക് 56 പേരിട്ടത്. 56 ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂരൊക്കെ പേരിടും. 90-ഇടും, 56-ഇടും. അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ്. ഇതാ എത്തിപ്പോയി നമ്മുടെ താരം. അഭിച്ചേട്ടൻ വന്നിട്ടുണ്ട്. നേരെ ഞാൻ കൊണ്ടുപോയി ഫുഡ് കഴിക്കാൻ ഇരുത്തി. ഞങ്ങൾ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ, പക്ഷെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ എന്താ അഭിച്ചേട്ടൻ്റെ ഫുഡ് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഏതൊരു ഫംഗ്ഷനിലും അവിടെ ഷൈൻ ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ കുഞ്ഞിയാണ്. ഇഞ്ചക്ഷൻ എടുത്ത ആളാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നുണ്ടാ. ആളവിടെ നിന്ന് നല്ല ഡാൻസായിരുന്നു.
അവൾ സജസ്റ്റ് ചെയ്യുന്ന പാട്ട് വെക്കുക, അവൾ കളിച്ചോളും. കാണുന്നവർക്കും രസം, അവൾക്കും രസം. അങ്ങനെയാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ബേബീനെ അവിടെ താഴെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചുറ്റിരിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാ ഫാമിലി മെമ്പേഴ്സും നിന്ന്, അച്ചാച്ചനും ഉണ്ട്, അച്ചാച്ചനും എല്ലാ മക്കളും പേരക്കുട്ടികളും അവിടെ ഉള്ളവർ കേട്ടോ, എല്ലാവരും കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. മിന്നുവിന് റീൽസ് എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷേ റീൽസ് ഒന്നും എടുത്തില്ല, അത് വേറെ കാര്യം. അതിന് അപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് സദ്യയല്ലേ കഴിച്ചേ, പിന്നെ ആർക്കും ഒരു ഔതില്ല എടുക്കാൻ, ഇനി ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ വീടെത്തി. അച്ഛൻ്റെ വഴിക്ക് തിരക്കിൽ പോയി, ഞങ്ങൾ അച്ഛൻ്റെ കൂടെ വന്നു. അങ്ങനെ അതേ വീടെത്തി. അവർ ഞങ്ങൾ ഇറക്കിയിട്ട് ഇനി വീട്ടിൽ പോകും. ചേട്ടൻ്റെ അടുത്ത് ഓഫീസിലേക്ക് പോരണമെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ മതിയായി, സദ്യയൊക്കെ കഴിച്ചിട്ട് ഓഫീസിൽ പോയിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇന്ന് പോയ കഥ പറഞ്ഞില്ല. സാധാരണ ഞങ്ങളെല്ലാവരും കൂടി ഫംഗ്ഷന് പോവാറ്. പക്ഷെ അബ്ചേട്ടൻ ഇന്നൊരു ഒരു സൈറ്റിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ചേട്ടൻ അങ്ങോട്ട് പോയി. പിന്നെ മോൻ്റെ സ്കൂള്, ആദ്യയുടെ സ്കൂൾ മാറ്റാണ്, 5th ഇനി അവൻ. അപ്പോൾ സ്കൂൾ മാറ്റുന്നതുകൊണ്ട് തന്നെ ഇന്നാണ് അതിൻ്റെ ഫീസൊക്കെ അടയ്ക്കേണ്ട ദിവസമായിരുന്നത്. സെൻറ്റ് ജോസഫിൽ കുരിച്ചിറയിലാണ് അവന് ചേർത്തിയത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോകണം. 9:30 to 12:30 ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ പറഞ്ഞു ആളവിടെ പോയി ഫീസൊക്കെ അടച്ച് സമാധാനം പോലെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയി. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ലേറ്റായി. ഞാൻ അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് വെച്ച് ബ്ലോക്കിൽ വെട്ടിട്ട് അങ്ങനെ ചുറ്റി തിരിഞ്ഞൊക്കെ പോയപ്പോൾ നല്ലോണം ലേറ്റായി ഞങ്ങളവിടെ എത്താൻ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കസിൻസിൻ്റെ ഒക്കെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് വന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ തിരിച്ചു പോന്നു. ചേട്ടൻ ഇനി സൈറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് തിരിച്ചു വന്നു, കുറച്ച് നേരം കിടന്നു. ഇങ്ങനെ ഒരു ദിവസമൊക്കെ കിട്ടൽ കുറവാ. അപ്പം 1-2 റീൽസൊക്കെ ഇപ്പം തന്നെ എടുത്ത് വെക്കും. അതെടുത്ത് വെച്ചൊരു സന്തോഷം. ഇപ്പോൾ കിടന്നുറങ്ങി അത്രയും സമയം പോയി കഴിഞ്ഞാൽ വിഷമം, ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഒരു ഡാൻസ് റീൽ പഠിച്ചിട്ടുണ്ട്. സാധാരണ ഞാനും അമ്മയും കളിക്കാറ്, ഇന്ന് ആദ്യം കളിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രൈപോഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം, നോക്കാം എടുക്കാൻ പറ്റുമോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് വലിയ ക്യാമറയിൽ നോക്കി സംസാരിച്ച് വലിയ ശീലമില്ല. അതിൻ്റെതൊരു ബുദ്ധിമുട്ടുണ്ടാവും, തുടക്കമല്ലേ, നമുക്ക് ശരിയാക്കാം. ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ യൂട്യൂബിന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, അപ്പോൾ യൂട്യൂബിൽ ഇട്ടുകൂടെ ഇൻകം ആയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചിലവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻകം കിട്ടുന്നുണ്ടെന്നായിരിക്കും ചിലവർ വിചാരം. പക്ഷെ അത് ഞാൻ അങ്ങനത്തെ ഒരു പർപ്പസിനൊന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീഡിയോ ചെയ്യുന്നു, അപ്പോൾ അത് യൂട്യൂബിൽ കൂടി പോസ്റ്റ് ചെയ്യാമെന്നുള്ള കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ലോങ് കണ്ടൻ്റ് ആയിട്ടുള്ള അടുത്തുള്ള ശീലം ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഇപ്പം എല്ലാവരും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ വലിയ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നല്ല, പക്ഷേ അത് രസമല്ലേ. നമുക്ക് വന്നിട്ട് ചെടികളൊന്നും നനച്ചിട്ടില്ല. ചെടികളൊക്കെ ഒന്ന് നനച്ചാലോ. ഞങ്ങൾ റീലെടുക്കാനൊക്കെ നിന്നിട്ട് നേരം വൈകിയായിരുന്നു. അബ്ചേട്ടൻ വരുമ്പോഴേക്കും നനച്ചില്ലെങ്കിൽ പിന്നെ കാറ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നനയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ചെടികൾ നനയ്ക്കാം. ഒരേപോലത്തെ 2 ചെരുപ്പാണ് എൻ്റെ അമീരി. അവൾ എൻ്റെ ചെരുപ്പിട്ടേ നടക്കുള്ളൂ. അത് ലൂസാണ്, എന്നാലും അവളുടെ എൻ്റെ ചെരുപ്പിട്ടിട്ട് അവൾ നടക്കുള്ളൂ. ഞങ്ങളുടെ ഒരു കിളി ഞാൻ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വിളിച്ചു, അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു കിളി ചത്തുപോയി ഗൈസ്. ചേട്ടൻ വരുമ്പോൾ ഒരു പുതിയ മഞ്ഞക്കിളീനെ വാങ്ങിക്കൊണ്ടുവന്നേക്കുന്നു. അപ്പം പുതിയ കൂട്ടിൽ ഇവർ ആരൊക്കെയാണെന്ന് നോക്കുന്നത്. കരയണ്ട. എന്തിനാ
ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. അബ്ചേട്ടന് കഞ്ഞി, അബ്ചേട്ടന് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ആൾ കഞ്ഞി കുടിച്ചു. പിന്നെ എനിക്ക് പല്ലിൻ്റെ ക്ലിപ്പ് ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൾ കഞ്ഞി കുടിച്ചു. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ക്ലോസ് ചെയ്തു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വ്ളോഗിലൂടെ കാണുന്നത് വരെ ബായ്.